മോർണിംഗ് സുധി. ഞാൻ എൻ്റെ കുറേ ഷോർട്സും വീഡിയോസും എല്ലാം വിഷു വരെയുള്ള ഒരു സീരീസിലുള്ളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ എന്തായാലും പോയിട്ട് ചാനലിൽ ചെക്കൗട്ട് ചെയ്തോളൂ. എൻ്റെ ചാനലിൻ്റെ പേര് മാധു ക്രിയേറ്റീവ്സ് ആണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് കേട്ടറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വന്നത്. അപ്പം നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ട രണ്ട് സബ്ജക്ട്സ് ആണ് സൈക്കോളജിയും ഫിലോസഫിയും കേട്ടോ. അപ്പോൾ ആദ്യം സൈക്കോളജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സൈക്കോളജിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് നമ്മൾ ശിവരാജൻ സാറിൻ്റെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, പ്രൊഫസർ കെ ശിവരാജൻ എന്ന് പറഞ്ഞിട്ട്, അയാളുടെ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ലേണർ ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് ലേണിംഗ്, അതായത് 2 സെമസ്റ്ററിൻ്റെ ഒരു സംഭവങ്ങളുണ്ട്. അതിൻ്റെ യൂണിറ്റ്സിൽ വരുന്ന മെയിൻ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു പോവാം കേട്ടോ. അന്ന് ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചതാട്ടോ, പക്ഷെ അതെല്ലാം ഗാലറിയിൽ നിന്ന് പോയതുകൊണ്ട് എനിക്കൊന്നും കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഇതിൽ മെയിൻ ഫസ്റ്റ് സെമസ്റ്ററിൽ വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് പറഞ്ഞുതരാം കേട്ടോ. ഏതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാനായിട്ട് വന്നിരിക്കുക കേട്ടോ. അതായത് ഫസ്റ്റ് യൂണിറ്റിൽ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് ഡെവലപ്മെൻറ്റ്, അതായത് ഒരു കുട്ടിയുടെ നമ്മൾ ടീച്ചേഴ്സായിട്ട് പോകുന്നതല്ലേ. അപ്പോൾ സ്റ്റുഡൻസിനെ അറിയുമ്പോൾ ആദ്യം നമ്മൾ LKG ഒരു കുട്ടി ജോയിൻ ചെയ്തു, ഒരു കുട്ടി സ്കൂളിലോട്ട് പഠിക്കാൻ വരുമ്പോൾ അവരുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് എങ്ങനെ, പാരൻസ് കഴിഞ്ഞാൽ അവർക്ക് സെക്കൻഡ് ഹോം എന്ന് പറയുന്ന സ്കൂളാണ്. അപ്പോൾ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് അറിയുന്നത് ഫുൾ കുട്ടികളുടെ കാര്യങ്ങൾ അറിയുന്നത് ഫുൾ ടീച്ചേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഡെവലപ്മെൻറ്റ് എന്താണ്, അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്താണെന്ന് അറിയാനായിട്ട് നോക്കുക കേട്ടോ. അപ്പം ഇതിൽ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. മീനിങ് ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട്, പിന്നെ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെൻറ്റ്, മെക്കാനിസംസ്, ബയോളജിക്കൽ മെക്കാനിസംസിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡെവലപ്മെൻറ്റ്, അതായത് ഒരു വ്യക്തിയുടെ ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റ്, അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കുറച്ച് പൊട്ടൻഷ്യലും അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ്, ഈ ചുറ്റുമുള്ള എൻവയോൺമെൻറ്റ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങളാണ് ഹെറിഡിറ്റി, എൻവയോൺമെൻറ്റ്, നേച്ചർ, നർച്ചർ, കോൺട്രോവേഴ്സി എന്ന് പറയുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്, അതായത് ഒരു മനുഷ്യൻ്റെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ജനിച്ചിട്ട് ഒരു പ്രീനേറ്റൽ പീരീഡ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിനുശേഷം ഇൻഫൻസി ഉണ്ടാവും, ഏർലി ചൈൽഡ്ഹുഡ് ഉണ്ട്, ദെൻ നെക്സ്റ്റ് വന്നിട്ട് ലേറ്റർ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട് കേട്ടോ. പിന്നെ അഡോളസെൻസ് ഉണ്ട് കേട്ടോ. അഡോളസെൻസിൻ്റെ പേപ്പർ നല്ല ടഫായിരിക്കും കേട്ടോ കേട്ടിട്ടിന്. ഞാൻ കാറ്റഗറി 3 ആദ്യമായിട്ട് എൻ്റെ ലൈഫിൽ പോയി എഴുതിയപ്പോൾ നല്ല ക്വസ്റ്റ്യൻസ് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ അത് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുത്ത് ചിന്തിച്ച് ചെയ്യണം. പക്ഷെ നമുക്ക് ടൈമും കിട്ടില്ല, അതൊരു പ്രശ്നമാണ്. കാരണം ഇന്ന ടൈമിൻ്റെ ഉള്ളിൽ തീർക്കണം എന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. പിന്നെ അഡൽട്ട്ഹുഡ്, പിന്നെ നിങ്ങൾ ക്ലാസ്സസ് ഓൺലൈനായിട്ട് കാണുമ്പോൾ തന്നെ കൂടെ തന്നെ കുറച്ച് നോട്ട്സ് അപ്പം എഴുതി പോകും. അപ്പോൾ നിങ്ങളത് റിവൈസ് ചെയ്തില്ലെങ്കിലും എഴുതുമ്പോൾ അത് ബ്രെയിനിൽ അത്രയും സ്റ്റോർ ചെയ്ത് നിൽക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഓൾഡ് ഏജ്, ഹ്യൂമൻ ബീങ്സിൻ്റെ ഓൾഡ് ഏജ്, ആസ്പെക്ട്സ് ഓഫ് ഡെവലപ്മെൻറ്റ്. പിന്നെ യൂണിറ്റ് 2 ഡയമെൻഷൻസ് ഓഫ് ഡെവലപ്മെൻറ്റ് അക്രോസ് ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ് പറയുന്നത്. പിന്നെ ഫിസിക്കൽ ആൻഡ് മോട്ടർ ഡെവലപ്മെൻറ്റ്. മോട്ടർ ഡെവലപ്മെൻറ്റ് എന്താണെന്ന് പറയുന്നത്, നമുക്ക് മൂവ്മെൻ്റ് ആണ്, അതായത് ഹാൻഡിൻ്റെ മൂവ്മെൻറ്റ്, ലെഗിൻ്റെ മൂവ്മെൻറ്റ്, നമ്മുടെ നെക്കിൻ്റെ മൂവ്മെൻറ്റ്, അങ്ങനെ ഓരോരോ മൂവ്മെൻറ്റ് ഒരു ബേബിയിൽ ഉണ്ടാവുന്നത് എങ്ങനെയൊക്കെയാണ്. പിന്നെ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ മോറൽ ഡെവലപ്മെൻറ്റ്, സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. പിന്നെ ടാസ്ക് ആൻഡ് ഹസാർഡ്സ് ഓഫ് ഡെവലപ്മെൻറ്റ്, അത് യൂണിറ്റ് 3 കേട്ടോ വരുന്നത്. അതിൽ ഏതൊക്കെ ടൈപ്സ് ഓഫ് ടാസ്ക്സ് ഉണ്ട്, അതുപോലെ എത്ര ഹസാർഡ്സ് ഉണ്ട് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ 4th വണ്ണാണ് ഏറ്റവും ടഫ്, അഡോളസൻസ് ഇൻ മിലിയോ പ്രസൻറ്റ് സോഷ്യോ കൾച്ചറൽ കോംപ്ലക്സിറ്റീസ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് നോക്കുക. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ടഫായിട്ട് തോന്നുവാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ ഓഡിയോ ക്ലാസ്സസ് എടുത്ത് നോക്കുക, അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. പിന്നെ ഇത് ഞാൻ ഒരു കാര്യം പറയണ്ടായിരുന്നു, ഹിന്ദിക്കാരുടെ നെറ്റ് എക്സാമിൻ്റെ കിട്ടുന്നില്ല. കാരണം ഇത്രയും ദിവസം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ഹിന്ദിക്കാരുടെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ, മലയാളീസിൻ്റെ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ എൻ്റെ യൂട്യൂബിൻ്റെ അൽഗോരിതത്തിൽ എന്തോ ഒരു ചേഞ്ച് വന്നതാണോ എന്തോ സംഭവം എന്നറിയില്ല. ഇപ്പം മലയാളീസിൻ്റെയും വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നെറ്റ് എക്സാമിൻ്റെ. അത് 1 ഇയർ മുമ്പുള്ളതാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇതുവരെ നോക്കിയപ്പോൾ ഇന്നേ വരെ കണ്ടിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. എനിക്ക് സെർച്ച് ചെയ്യുമ്പോൾ ഫുൾ ഹിന്ദിക്കാരുടെ ആയിരുന്നു നെറ്റ് എക്സാമിൻ്റെ ക്ലാസ്സസ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ വരുന്നുണ്ട് കേട്ടോ, അതിലുണ്ട്, എല്ലാം കിടക്കുന്നുണ്ട് കേട്ടോ. അതായത് നെറ്റ് എക്സാമിനെ കുറിച്ചിട്ട് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ കുറിച്ച് മലയാളത്തിൽ, ഇൻഫ്ലുവൻസസ് സോഷ്യൽ മീഡിയ, സബ്സ്റ്റൻസ് അബ്യൂസ്, ജെൻഡർ റിലേറ്റഡ് പ്രോബ്ലംസ്, പിന്നെ ഇൻഫർമേഷൻ ഓവർലോഡ്, റെമഡിയേഷൻ ഓഫ് അഡോളസൻറ്റ് പ്രോബ്ലംസ്. ഇതാണ് അഡോളസൻസിൽ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ. പിന്നെ 4th യൂണിറ്റിൽ പേഴ്സണാലിറ്റി ആൻഡ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതിൽ അപ്രോച്ചസും തിയറീസും, ട്രേറ്റ് അപ്രോച്ച്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അനലിറ്റിക്കൽ, സൈക്കോ അനലിറ്റിക് അപ്രോച്ചും ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ. ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട് കേട്ടോ. മെഷർമെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി,
മെൻ്റൽ ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഹൈജീൻ, അതായത് മെൻ്റൽ ഹെൽത്ത് മെൻ്റൽ ഹൈജീനെ കുറിച്ച് പറയുന്നുണ്ട്, മെൻ്റൽ ഡിസോർഡേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ യുണീക്നെസ് ഓഫ് ദി ഇൻഡിവിജ്വൽ, ഏരിയാസ് ഓഫ് ഇമോഷണൽ ഇൻ്റലിജൻസ്, പിന്നെ ക്രിയേറ്റിവിറ്റി, ഇൻട്രസ്റ്റ്, ആപ്റ്റിറ്റ്യൂഡ് ഇതൊക്കെയാണ് ഫസ്റ്റ് യൂണിറ്റിൽ വരുന്നത്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റായിട്ട് നമ്മൾ നോക്കുന്നത് ഗിഫ്റ്റഡ് ചിൽഡ്രൻ, ക്രിയേറ്റീവ് ചൈൽഡ്, അതായത് ഇത് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് 4th സെമ്മിൽ പഠിക്കും കേട്ടോ. അണ്ടർസ്റ്റാൻഡിങ് എക്സെപ്ഷണൽ ലേണേഴ്സ്, ഗിഫ്റ്റഡ് ചിൽഡ്രൻ, ക്രിയേറ്റീവ് ചൈൽഡ്, പിന്നെ അതിൽ ബാക്ക്വേർഡ് ചിൽഡ്രൻ ഓഫ് സ്ലോ ലേണേഴ്സ്, അണ്ടർ അച്ചീവർ, ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ എങ്ങനെ വേണം ടീച്ചേഴ്സ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതാണ് ഇതിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത് കേട്ടോ. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ലേണിംഗ് ഡിസബിലിറ്റീസ്, കാര്യങ്ങൾ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ADHD പോലെയുള്ള ഇങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതും നോക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല, ഇപ്പോൾ 6 മിനിറ്റ്സ് ആയിട്ടുള്ള വീഡിയോ. ഇനി ഓരോരോ വീഡിയോ ആയിട്ട് ഇനി ക്ലാസ്സസ് ആയിട്ട് ഇടാനായിട്ട് നോക്കാം കേട്ടോ. പിന്നെ ഡെയിലി വ്ളോഗ്സും കൂടെ കൂട്ടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. താങ്ക് യു.